വളരെ നൈസ് ആയിട്ടുള്ള ഒരു എൻഗേജിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ലാൻഡ് ഓഫ് ബാഡ്. ഈ സിനിമയെക്കുറിച്ച് പല റിവ്യൂസും കേട്ടിരുന്നു. ഈവൻ നിങ്ങളിൽ പലരും ഈ സിനിമയെക്കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും, പല പോസ്റ്റുകളായിട്ടും അല്ലെങ്കിൽ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. ശരിക്കും ഒരു തിയേറ്റർ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു ഇത്. ആൻഡ് പല സീനുകളും ഈവൻ എഡ്ജ് ഓഫ് ദ സീറ്റ് അല്ലെങ്കിൽ വളരെയധികം നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലായിരുന്നു സിനിമയുടെ ഒരു എക്സിക്യൂഷൻ. ഓവറോൾ എല്ലാം കൊണ്ടും എല്ലാ ഏരിയകളും നല്ല കിടിലനായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചു. ആ ഒരു എന്താണ് ഇവർ ഒരു 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 മിഷന്റെ ഭാഗമായിട്ട് കുറച്ച് സോൾജേഴ്സ് ഫിലിപ്പൈൻസിലേക്ക് പോകണു. ആൻഡ് അവിടെ വെച്ചിട്ട് ഇവർക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് ഇഷ്യൂസും ആൻഡ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എയർഫോഴ്സ് ഡ്രോൺ പൈലറ്റ് ആയിട്ടുള്ള റസൽ ക്രോന്റെ ക്യാരക്ടറും അദ്ദേഹം വളരെ നൈസ് ആയിട്ട് ചെയ്തു. ഈവൻ ആ ഒരു ഇവരായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് സീൻ ഇല്ലെങ്കിൽ പോലും ഇവരുടെ ഒരു കോൺവോസ് ഒക്കെ വളരെ നൈസ് ആയിരുന്നു. കാരണം അധികം സൈഡ് സ്റ്റോറീസിലേക്ക് ഇങ്ങനെ സിനിമേനെ കൊണ്ടുപോകാതെ എന്താണ് ഇവരുടെ മിഷൻ അതിന്റെ സീരിയസ്നെസ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് വളരെയധികം എൻഗേജിങ് ആയിട്ടും വളരെ ത്രില്ല് അടിപ്പിച്ചുകൊണ്ടാണ് സിനിമയുടെ ഒരു പേസ് വരുന്നത്. മൊത്തം മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇതിലത്തെ ആക്ഷൻ സീക്വൻസിന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഷൂട്ടിംഗ് സീക്വൻസും അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പലയിടത്തും സിനിമാറ്റോഗ്രഫിയുടെയും അതുപോലെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ഒക്കെ വളരെ സ്യൂട്ടായിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. ചില സീനിലൊക്കെയുള്ള ഒരു സ്ലോ മോഷൻ സീക്വൻസ് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ തെറിക്കുന്ന ഒരു സീക്വൻസ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ബട്ട് ഇതിൽ വളരെ രസമായിട്ട് തോന്നി അങ്ങനെയുള്ള സീക്വൻസ്. കാരണം അനാവശ്യമായിട്ടുള്ള സ്ലോ മോഷൻ ഒന്നും ഇല്ലാതെ ആ ഒരു ആക്ഷൻ സീക്വൻസിൽ എന്താണ് അവർക്ക് കൊണ്ടുപോയിക്കേണ്ടത് അത് വളരെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് അവർ കൊണ്ടുപോയി. ആൻഡ് ഇങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ വളരെ വൺസിനെ എന്താ പറയുക വളരെ റയർ ആയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പടങ്ങൾ കിട്ടാനും മൊത്തം നമ്മളെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് അവസാനിപ്പിച്ച രീതിയിലായിരുന്നു സിനിമയുടെ മൊത്തത്തിലുള്ള ഫ്ലോ. ആൻഡ് റസൽ ക്രോന്റെ ആ ക്യാരക്ടർ റീപ്പർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ ആളുടെ ഒരു എന്താണ് ആളുടെ ലൈഫ് എന്നുള്ളത് ആ വേർഡ്സിൽ തന്നെ പറഞ്ഞു നിർത്തി. അല്ലാതെ ആ ഒരു ക്യാരക്ടേഴ്സിനെ ആളുടെ ഫാമിലിനെ അങ്ങനെ കൊണ്ട് കാണിക്കാതെ ഒക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കാതെ ജസ്റ്റ് ആ ഒരു സംസാരത്തിനിടയിൽ ഇതാണ് ആളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, അങ്ങനെയുള്ള സീക്വൻസുകളൊക്കെ വളരെ നൈസ് ആയിരുന്നു. ആൻഡ് ഈവൻ പടത്തിന്റെ അവസാനമൊക്കെ വളരെയധികം ആ ഒരു സീക്വൻസ് ഒക്കെ ടച്ചിങ് ആയിരുന്നു. ആൻഡ് ഓവറോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ ത്രില്ലർ കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. കെന്നി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒക്കെ ഉണ്ടായിരുന്നു, ആളും റീപ്പർ അതായത് റസൽ ക്രോന്റെ ക്യാരക്ടറൊക്കെ ആയിട്ടുള്ള ആ ഒരു കോൺവോസ് ഒക്കെ വളരെ രസമായിരുന്നു. ആൻഡ് ആ ഒരു ക്യാരക്ടറിലൂടെയാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു പോക്ക്, ഒരു 80% ഒക്കെ അത്രത്തോളമാണ് പോക്ക്. ആൻഡ് ഓവറോൾ കിടിലനായിരുന്നു. ഇവരുടെ ആ ഒരു മിഷനൊക്കെ നടക്കുന്ന ആ ഒരു ബേസ് കാണിച്ചിട്ടുള്ളത്, ആ ഒരു ഫോറസ്റ്റ് ഏരിയ, അവിടുത്തെ സൗണ്ടുകൾ അല്ലെങ്കിൽ ഒരു ആംബിയൻസ്, ആ സീരിയസ്നെസ്സോടുകൂടി ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വാണിങ്ങോട് കൂടിയിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ മിഷൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഉള്ളിലേക്കും കൺവേ ചെയ്യുന്നത്. എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പടം OTT-ൽ അവൈലബിൾ ആണ്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.